ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാർ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കാൻ എന്തായാലും മലയാളം സെക്കൻഡിൽ നിങ്ങൾക്കുണ്ടാകും. ഉപന്യാസം, അതല്ലെങ്കിൽ പ്രഭാഷണം, മുഖപ്രസംഗം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മലയാളം ഫസ്റ്റിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് മലയാളം സെക്കൻഡിലാണ്. അപ്പോൾ ഒരു ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ പഠിച്ചു വെക്കണം. ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ശീർഷകം നൽകണം. ശീർഷകം നൽകണം, അതായത് ഹെഡിങ്, തലക്കെട്ട്. അല്ലേ, അതിന് ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്, അതല്ല തലക്കെട്ടെന്ന് നമ്മൾ വിളിക്കുന്നതാണ്. അതിനുശേഷം ആമുഖം ഉണ്ടാവണം. മറക്കാതെ ഓർത്ത് വെക്കണേ മക്കൾ. ഉപന്യാസം വരും, നല്ല ഒരു ശീർഷകം, എന്താ പറയുക, ബാനർ ഹെഡ്ലൈൻ എന്നൊക്കെ വിളിക്കുന്ന രൂപത്തിലുള്ള ശീർഷകം നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ആമുഖം എഴുത്തുകാരനെക്കുറിച്ചും അതല്ലെങ്കിൽ തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കണം അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. ഇനി ആശയാവതരണം. എന്താണോ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആ ആശയത്തെ വ്യക്തമായി അവതരിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള കോട്ടുകളോ അല്ലെങ്കിൽ ഉദ്ധരണികളോ അതല്ലെങ്കിൽ പ്രധാന വാക്യങ്ങളോ വാർത്തകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആശയാവതരണത്തിൻ്റെ കൂട്ടത്തിൽ അവ കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അതിനൊരു പ്രയാസവുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടേതായ ചില വാക്യങ്ങൾ ഉപയോഗിക്കാം. ചില പത്രവാർത്തകൾ വിഷയവുമായി ബന്ധപ്പെട്ടത് കേട്ടോ, വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില വാർത്തയുടെ തലക്കെട്ട് അറിയാം, അതുകൂടെ ഈ ആശയാവതരണത്തിൽ കൂടുതൽ എഴുതാം. പിന്നെയോ ഇതിനെ കൂടുതൽ മറ്റൊന്നുള്ളത് ഖണ്ഡികാകരണം. മക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാകണം ഉപന്യാസത്തിന്. ഖണ്ഡികാകരണം എന്നാണ് പാരഗ്രാഫ് തിരിക്കുന്നതിൻ്റെ മലയാളം. പിന്നെയോ അത് കഴിഞ്ഞാൽ ഉപസംഹാരം. ഈ പാറ്റേണിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉപന്യാസത്തിന്, എസ്സേ റൈറ്റിങ്ങിന് മാർക്ക് കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പം ശീർഷകം കൊടുക്കണം, ആമുഖം കൊടുക്കണം. ആമുഖത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത് നമ്മൾ കണ്ടു. എഴുത്തുകാരനെക്കുറിച്ചും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ചെറു സൂചനകളാണ് ആമുഖത്തിൽ ഉണ്ടാവേണ്ടത്. ഇനി ആശയം, തന്നിരിക്കുന്ന ചോദ്യം ആവശ്യപ്പെടുന്ന ഉത്തരം എന്താണോ അത് വ്യക്തവും സുതാര്യവുമായി ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന, അതായത് ഒറ്റ വായനയിൽ തന്നെ കുട്ടി ഈ ചോദ്യത്തിനാണ് ഉത്തരം എഴുതിയത് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ആശയാവതരണം നടത്തണം. ആ ആശയാവതരണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടേതായ ചില വാക്കുകളോ കാര്യങ്ങളോ കൂട്ടിച്ചേർക്കാം, ഒരു പ്രയാസവുമില്ല. അവസാനം മറ്റൊന്ന് പറയുന്നത് ആമുഖം, ആശയാവതരണം, കൺക്ലൂഷൻ. ഇങ്ങനെ 3 പാരഗ്രാഫ് മിനിമം ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്കൊരു ഉപന്യാസത്തിലേക്ക് കടന്നാലോ? മാറുന്ന മലയാളിയുടെ ഭക്ഷണം എന്ന ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമ്മുടെ ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത്? മാറുന്ന മലയാളിയുടെ ഭക്ഷണം എന്ന ശീർഷകം. അപ്പോൾ ശീർഷകം എന്തായി? നിങ്ങൾ ഇത് തന്നെ ശീർഷകം എഴുതിയാൽ മതി, മാറുന്ന മലയാളിയുടെ ഭക്ഷണം. അങ്ങനെ ശീർഷകം തന്നിട്ടാണ് ഉപന്യാസം ചോദിക്കുന്നതെങ്കിൽ അതേ ശീർഷകം എഴുതിയാൽ മതി. നിങ്ങൾ ഇന്ന ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്ന് തന്നെ ചോദ്യത്തിലുണ്ടാകും. അപ്പോൾ ആ ചോദ്യത്തിന് എന്ത് ചെയ്താൽ മതി? അതേ ശീർഷകം കൊടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പം നമുക്കൊരു മാറുന്ന ഭക്ഷണത്തെക്കുറിച്ച് നോക്കാം. തൂശനിലയിൽ പലകൂട്ടം ലഘുവിഭവങ്ങൾക്കും നടുവിൽ തുമ്പപ്പൂ പോലെ വെളുത്ത ചോറ് വിളമ്പി അതിൽ കറിയൊഴിച്ച് കുഴച്ച് ഉരുട്ടി തിന്ന് രുചിഭേദത്തിനായി മോരോ രസമോ ചേർത്ത് വീണ്ടും കുഴച്ച് ഇലവടി ചേമ്പക്കം വിട്ട് സദ്യയുടെ കേമം പറഞ്ഞ് കൈ കഴുകുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു പണ്ട്. മലയാളിയുടെ ആദ്യകാലത്തെ ഭക്ഷണത്തിൻ്റെ ഒരു പാറ്റേൺ അതായിരുന്നു, അല്ലേ? സദ്യയ്ക്ക് ശേഷം അല്പം പായസം കൂടി കഴിച്ച് മയക്കം വന്ന് രസിച്ച മലയാളി. അതാണ് ഒരു കാലത്തെ മലയാളിയുടെ ഭക്ഷണക്രമം. എന്നാൽ കാലം മാറിപ്പോകവേ മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വന്നു. അടുക്കള വിട്ട് ഹോട്ടലിലേക്കും അവിടെ നിന്ന് ഫാസ്റ്റ് ഫുഡിലേക്കും മലയാളി സഞ്ചരിച്ചു.
ഉരലും ഉലക്കയും അമ്മിയും ആട്ടുകല്ലുമെല്ലാം അടുക്കളയിൽ നിന്ന് അപ്രത്യക്ഷമായി. അല്ലേ, ഒരു കാലത്ത് അമ്മമാർ പിന്നെ ഉലക്ക കൊണ്ടിരിക്കുന്നതും അമ്മി കൊണ്ട് അരയ്ക്കുന്നതും ഒക്കെ അതൊരു വല്ലാത്ത ആ സദ്യക്കുണ്ടായിരുന്ന ഒരു രുചി വീട്ടിൻ്റെ, അതിനാണ് നമ്മൾ പറഞ്ഞിരുന്നത് കൈപുണ്യം എന്ന് പറഞ്ഞിരുന്നത്. അമ്മമാരുടെ അങ്ങനെ എന്തൊക്കെയാണ് ഉരലും മുലക്കയും അമ്മിയും ആട്ടുകല്ലും ഒക്കെ അടുക്കളയിൽ നിന്നും അപ്രത്യക്ഷമായതിനെക്കുറിച്ച്. അധ്വാനമില്ലാതെ കൈ കഴുകിയിരുന്നാൽ ഭക്ഷണം കിട്ടുമെന്നതാണ് കുടുംബത്തെ കൂട്ടത്തോടെ ഹോട്ടലിലേക്ക് നയിച്ചത്. ഇന്നത്തെ ഭക്ഷണത്തിനെ കുറിച്ചാണ്. അവിടെ നിന്നും ഫാസ്റ്റ് ഫുഡിലേക്കും രുചിഭേദങ്ങൾക്ക് വേണ്ടി അവർ ചേർക്കുന്നതെല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല, അഥവാ തിരിച്ചറിഞ്ഞാലും കാര്യമായി എടുക്കുന്നില്ല. നമുക്കറിയാം, ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടാൻ വേണ്ടി ഹോട്ടലുകാരും മറ്റും ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, അതിനെക്കുറിച്ച് നമുക്ക് നല്ല അവെയറുള്ളതാണ്. നമുക്ക് നല്ല അജിനോമോട്ടോ അത് അമിതമായി കഴിഞ്ഞാൽ, വളരെ ചെറിയ അളവിലാണെങ്കിലൊന്നും കുഴപ്പമില്ല, അമിതമായി കഴിഞ്ഞാൽ അത് കഠിനമായ അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കും. നമുക്കറിയാതെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കാര്യമായി എടുക്കാതെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുളച്ചു പൊന്തുന്നത് തട്ടുകടകളും ഹോട്ടലുകളുമാണ്. പിന്നെ വളർച്ചാ ഹോർമോണുകൾ അമിതമായി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തെ കൂടി വികൃതമാക്കുന്നു. പ്രത്യേകിച്ചും കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ക്ഷിപ്രകോപം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ള ക്ഷിപ്രകോപവും അക്രമവാസനയുമെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതമാണ്. പ്രധാനമായും അമിതമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ മനുഷ്യൻ്റെ സ്വഭാവ വൈകൃതത്തിന് കാരണമാകുന്നു. ഇത് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടതാ മക്കളെ. അപ്പം ഉപന്യാസം എഴുതുമ്പോൾ അത്തരത്തിലുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കൂടി എഴുതാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഇന്ന് ജനകീയ ഭക്ഷണമായി മാറിയിരിക്കുന്ന ഷവർമയും കുഴിമന്തിയുമെല്ലാം ആരോഗ്യത്തെക്കാൾ കൂടുതൽ രോഗത്തെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് വേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണമാണ്, അതും അമ്മയുടെ കൈപുണ്യത്തിൽ ഉണ്ടാക്കുന്നവ. അങ്ങനെ ഒരു സംസ്കാരം രൂപപ്പെടുത്തേണ്ടത് ഇന്നിൻ്റെ അനിവാര്യമാണ്. ഇന്ന് ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠം ആരോഗ്യ ജീവിതം എങ്ങനെ നയിക്കാമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആഗോള ഭക്ഷ്യ സംസ്കാരം ആഗോള ചികിത്സാ വ്യവസായത്തിന് ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചാലേ ആഗോള ഭക്ഷ്യ സംസ്കാരം ആഗോള ചികിത്സാ സംവിധാനത്തിന് കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപഭോക്താവ് എന്നിവിടെ ഉദ്ദേശിച്ച രോഗികളെയാണ്. പരസ്യത്തിൻ്റെ അകമ്പടിയോടെ നമുക്ക് മുമ്പിലെത്തുന്ന പല ഉൽപ്പന്നങ്ങളും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ ഉപന്യാസത്തിൽ എന്തെല്ലാം പോയിന്റുകൾ വരണമെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? പച്ചക്കറികൾ പറിച്ചെടുത്ത് കാലതാമസം വരുന്ന മുറയ്ക്ക് അതിൻ്റെ ഔഷധ ഗുണം നശിച്ചു പോകുന്നു. അങ്ങനെയെങ്കിൽ പറിച്ചെടുത്ത് ദിവസങ്ങൾക്ക് ശേഷമോ ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ നമ്മുടെ അടുത്തെത്തുന്ന പച്ചക്കറിയിലെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് പ്രാദേശിക ഭക്ഷ്യ സംസ്കാരം നാം ശീലമാക്കണമെന്ന് പറയുന്നത് അല്ലേ? പ്രാദേശിക ഭക്ഷ്യ സംസ്കാരം ഇവിടെ ശീലമാക്കണമെന്ന് പറയാൻ കാരണം എന്താ? മക്കൾ പറഞ്ഞേ, നമ്മളെ വീട്ടുപറമ്പിൽ പയറും തക്കാളിയും അതുപോലെയുള്ള പച്ചക്കറികളും നടുന്നുണ്ടെങ്കിൽ നമ്മളത് പറിച്ച് സൂക്ഷിക്കില്ല. നമ്മളത് ആവശ്യം വരുമ്പോൾ മാത്രം പറിക്കുകയും അപ്പോൾ ഉപ്പേരി വെക്കാൻ നേരത്തെ നമ്മൾ പയറ് പറിക്കുക. അങ്ങനെ വരുമ്പോൾ ആ പയറിലുള്ള ഔഷധ ഗുണം അതിൻ്റെ എല്ലാ അളവിലും അതിലുണ്ടാകും. മനസ്സിലായല്ലോ? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, സംഭരിച്ച് വെക്കാൻ പറിച്ചു വെക്കില്ല വീട്ടിലുണ്ടെങ്കിൽ. പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. അതൊന്ന് ഓർത്ത് നോക്കണം. അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഈ ചോദ്യത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്, വളരെ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ മക്കൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്കൊരു 6 മാർക്ക് വാങ്ങിയെടുക്കാം. കാരണം നിറം ചാർത്തിയെത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അമിതമായ രാസപ്രവർത്തനത്തിലൂടെ വെളുപ്പിച്ചെടുത്ത പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്ന ശീതളപാനീയങ്ങളും നമുക്ക് ആയുസ് കുറച്ചുള്ള മരണം സമ്മാനിക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് പ്രാദേശിക ഭക്ഷ്യ സംസ്കാരം തുടരണം. കാരണം അതിന് മാത്രമേ പോഷക സമ്പുഷ്ടമായ ആരോഗ്യം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഉപന്യാസം ചോദിച്ചാൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഉപന്യാസം വരാം. ഇനി ഇതേ ചോദ്യം പ്രഭാഷണം തയ്യാറാക്കാനാണ് വരുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? പ്രഭാഷണം തയ്യാറാക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൃത്യമായി നമുക്ക് അതിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം.
അഭിസംബോധന വേണം. പ്രിയരെ, മാന്യരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ തുടങ്ങിയ അഭിസംബോധന വേണം. വിഷയം കുറച്ചുകൂടെ നിങ്ങൾ പറയുന്ന മുറയ്ക്ക് ആണ് അവതരിപ്പിക്കേണ്ടത്. അവസാനം ഉപസംഹാരം, അല്ലെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ചോദ്യം ഇത് തന്നെ പല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായ മക്കളെ? അപ്പോൾ അടുത്ത ഒരു ചോദ്യവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ മക്കളെ.